Dzień dobry guys, നമുക്കിന്ന് ജിഞ്ചർ കുക്കീസ് ട്രൈ ചെയ്യാം കേട്ടോ. അതിനായി ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് പൗഡേഴ്സ് ആഡ് ചെയ്യണം. സോൾട്ട്, ബേക്കിംഗ് പൗഡർ ആൻഡ് ഡ്രൈ ജിഞ്ചർ പൗഡർ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു കപ്പ് എടുത്തിട്ട് 1 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ക്ലീൻ ബൗൾ എടുക്കുക. അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുക. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബട്ടറും ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി. ഒരു സ്പാറ്റില വെച്ച് മിക്സ് ചെയ്യണമായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്യുക. നന്നായി സ്പാറ്റില വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം. നന്നായി ബീറ്റ് ചെയ്യുക. ആദ്യമേ ബ്ലെൻഡർ ഉപയോഗിച്ചാൽ ചിലപ്പോൾ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പാറ്റില വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കുറേശ്ശെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡർ ഉപയോഗിച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. നല്ല ഫൈനായിട്ട് മിക്സ് ആവണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാ ഏരിയയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമുക്ക് സ്പാറ്റില ഉപയോഗിച്ച് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം കൈ നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡോവാക്കി മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ്സ് 170 ഡിഗ്രി സെൽഷ്യസിൽ. നമ്മൾ ജിഞ്ചർ കുക്കീസ് ഉണ്ടാക്കാൻ 4 മോൾഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവയൊക്കെയാണ്. ശേഷം ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക. അതിൽ ബട്ടർ പേപ്പർ ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഡോവ് ഒന്ന് പരത്തിയിട്ട് ഈ മോൾഡ് വെച്ച് ഇതേപോലെ പ്രസ് ചെയ്യുക. ബാക്കി വരുന്ന ഡോവ് ഇതേപോലെ മാറ്റുക. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ബാക്കിയുള്ള ഏരിയയിലും ചെയ്യുക. ഡോവ് കൈകൊണ്ട് തന്നെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇതൊരു ഫെസ്റ്റീവ് സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവരെയും കൂടി ഇൻവോൾവ് ചെയ്ത് ഇതേപോലെയുള്ള കുക്കീസൊക്കെ ഉണ്ടാക്കാം കേട്ടോ.
നമുക്ക് ഫൈനലി ഇത്രയും ഷേപ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഏകദേശം വരുള്ളൂ. നമുക്കിങ്ങനെ ഷേപ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി ഷുഗർ സിറപ്പിൻ്റെ ട്യൂബ്സാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത് കൂടുതൽ ഭംഗി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.